ഫ്രീ ട്രാവലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. വണ്ടി ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് നമുക്ക് പറയണമെന്ന് തോന്നി. കാരണം അത്ര അസഹനീയമായ ചൂടിലൂടാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. അറിയാമല്ലോ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകുന്ന ചൂട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ മിക്കവാറും പേരൻസ് എല്ലാം ടൂറുകൾ പ്ലാൻ ചെയ്യുന്നത് ഈ മാസത്തിലാണ്. കാരണം കുട്ടികൾക്ക് വെക്കേഷനാണ്. ആ സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. കുട്ടികൾക്ക് എന്തായാലും ഹാപ്പി ആവണമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്ന അങ്ങനെ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും പറയാമല്ലോ എന്ന് കരുതി 2-3 വേർഡ്സ്. നമ്മൾ ശ്രദ്ധിക്കാറുള്ള കാര്യം, ഞങ്ങൾ ഇതേപോലെയാണ്. നമ്മുടെ ചാനലിന്റെ പേര് പോലെ ഫ്രീ ട്രാവലേഴ്സ്. നമ്മൾ ഇതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ട്രാവൽ ചെയ്ത് മിക്കവാറും യാത്രകൾ എപ്പോഴും ഇതുപോലുള്ള സമയങ്ങളിലായിരിക്കും. പക്ഷെ ഈ സമയത്ത് നമ്മൾ 1-2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം യാത്രകൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഞങ്ങളുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു ഉത്സവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുതിരകെട്ടെന്ന് പറയും. അപ്പൊ മിക്കവാറും അമ്പലങ്ങളിലൊക്കെ ഉത്സവം നടക്കുകയാണ്. അപ്പൊ ഈ മാസങ്ങൾ പ്രത്യേകത ചെയ്താ ഉത്സവങ്ങൾ, ചൂട്. അപ്പൊ നമ്മൾ വന്ന സബ്ജക്റ്റ് വിട്ടുപോയി. അപ്പം യാത്രകള് യാത്രകൾ വെച്ചാൽ ഇതിനകത്ത് വണ്ടിയുടെ ഒരു കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ ചൂട് സമയത്ത് നിങ്ങൾ വണ്ടികള് കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഒന്നറിയാമല്ലോ. നല്ല ചൂട് വെയിലുള്ള സ്ഥലത്ത് കൊണ്ടേ പാർക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. കുറച്ച് എവിടെങ്കിലും തണൽ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പാർക്ക് ചെയ്യാൻ ശ്രമിക്കണം. ചിലപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയില്ല എന്നിരിക്കട്ടെ. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വെയിലത്ത് പാർക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഗ്ലാസിന്റെ ഒരു പൊടിക്ക് ഒന്ന് തുറന്നിടാൻ ശ്രമിക്കണം. കാരണം അല്ലെങ്കിൽ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ചൂട് നിന്ന് ചുട്ട് പഴുത്ത് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു പൊടിക്ക് ഒന്ന് ഗ്ലാസ് തുറന്നിട്ടിട്ട് നിങ്ങൾ അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഒരു കേസ്, നമ്മൾ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വൈപ്പർ ഉണ്ടല്ലോ, വൈപ്പർ പൊക്കി വെക്കാം. മിക്കവാറും വണ്ടികളിൽ നമ്മൾ പൊക്കി വെക്കുന്നത് കണ്ടിട്ട്. അത് എന്തിനാണെന്ന് അറിയാവോ? ഈ വൈപ്പറിനെ ആ റബ്ബർ ഉണ്ടല്ലോ, ഈ റബ്ബറും ഗ്ലാസും കൂടി ഇടുന്ന ചുട്ട് പഴുത്താണെങ്കിൽ ഇത് ഉരുകി പിടിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതൊന്ന് ചൂട് സമയത്ത് അതൊന്ന് പൊക്കി വെക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നൊരു കേസ്, നമ്മുടെ വണ്ടിയുടെ ടയർ പ്രഷർ ഇപ്പൊ മിക്കവാറും വണ്ടികൾക്ക് 35-33 ഒക്കെ ആയിരിക്കും പ്രഷർ. അതൊന്ന് കുറച്ച് ഒരു 30 ആ ലെവലിൽ കൊണ്ടുവന്ന് വണ്ടി ഓടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഈ ചൂട് സമയത്ത് റോഡിന്റെ ഘർഷണം ഭയങ്കര കൂടുതലായിരിക്കും. ആ സമയത്ത് ടയർ പ്രഷർ കൂടിയിരുന്നാൽ ഈ ടയർ പൊട്ടാനുള്ള സാധ്യത ഭയങ്കരമാണ്. പിന്നെ നമ്മളിപ്പോ ചൂടത്ത് തന്നെ കിടക്കുകയാണ് വണ്ടി. നമുക്കറിയാം ഇപ്പൊ സ്ഥലമില്ല, സൗകര്യമില്ല. അപ്പൊ നമ്മൾ വെയിലത്ത് തന്നെ ഇട്ടിരിക്കാം. വെയിലത്തിട്ടിരിക്കുന്ന ഒരു വണ്ടിയിലോട്ട് നമ്മൾ ഓടി വന്ന് പെട്ടെന്ന് കയറി ഇരിക്കരുത്. നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് തുറന്ന് ഗ്ലാസ് ഓപ്പൺ ചെയ്ത് ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അകത്ത് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ചൂട് എയർ ഒന്ന് വെളിയിൽ പോയതിന് ശേഷം നിങ്ങൾ അകത്ത് കയറുക. അകത്ത് കയറി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം AC ഇടുക. അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറയേണ്ട കേസ്, നമ്മുടെ ഈ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ ശ്രമിക്കരുത്. കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഫുള്ള് അടിച്ചിട്ട് പോകുന്നതിനെക്കാട്ട് നല്ലത് കുറച്ചടിച്ചിട്ട് പോകുന്നതിനാണ്, ചൂട് സമയം ആയതുകൊണ്ട്. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ വണ്ടിയെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ്. നമ്മള് ശ്രദ്ധിക്കുന്ന കാര്യം, ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ യാത്രകൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ പോകേണ്ട സ്ഥലങ്ങളൊക്കെ നേരത്തെ ഫിക്സ് ചെയ്യുക. കാരണം ചൂട് സമയത്ത് നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ, പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ പറ്റണമെന്നില്ല. ചിലർക്ക് തണുത്ത സ്ഥലങ്ങളിൽ എപ്പോഴും പോയി നമ്മൾ അല്ലാത്ത സ്ഥലങ്ങൾ പ്രിഫർ ചെയ്യുന്നവർ കാണും. എങ്കിലും മാക്സിമം നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചിട്ട് നിങ്ങൾ എപ്പോഴും ഒരു പ്രിക്വേഷൻസ് നടത്തിയിട്ട് വേണം ഏത് യാത്രകൾ വേണമെങ്കിലും നടത്താൻ. കാരണം ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ മൂന്നാറായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇവിടെ ഭയങ്കര ചൂട്, മൂന്നാറാകുമ്പോൾ കുറച്ച് കൂള് കിട്ടുമല്ലോ എന്നുള്ള അത് സത്യമാണ്. ഇപ്പൊ ഊട്ടിയായാലും കൊടൈക്കനാലായാലും മൂന്നാറായാലും ഒക്കെ സത്യമാണ്. പക്ഷെ പ്രശ്നം, നമ്മൾ ഇത്രയും ചൂടിൽ നിന്ന് പെട്ടെന്നൊരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പനികളോ കാര്യങ്ങളോ ഒക്കെ. അപ്പൊ അതൊന്ന് അവെയർ ആയിട്ട് വേണം നിങ്ങൾ പോകാന്. അപ്പൊ അങ്ങനെ വരണമെന്നില്ല. അഥവാ വന്നാലും നമുക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ചെറിയ മാർഗങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ. അപ്പൊ അത് നിങ്ങൾ യാത്രയ്ക്ക് മുന്നേ അതൊന്ന് കരുതിയിരിക്കുക. പിന്നെ അത് തിരിച്ചിറങ്ങുമ്പോൾ ഇപ്പൊ അവിടുന്ന് നമ്മളെ
മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതേ പ്രശ്നം വരും. ക്ലൈമറ്റ് ഭയങ്കര വ്യത്യാസം. അപ്പൊ നോർമൽ അല്ലാത്തൊരു ഇപ്പൊ ഡിസംബർ സമയത്തോ അല്ലാത്തൊരു സമയത്തോ നമുക്ക് ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഈ ചൂട് സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കി ആ ചെറിയ ചെറിയ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം യാത്രകൾ പോകാൻ ഒരുങ്ങാന്. പിന്നെ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം വെള്ളം നിങ്ങൾ നല്ലോണം കരുതുക. കാരണം നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിച്ച് പ്രോപ്പറായിട്ട് ഇടയ്ക്ക് ഇറങ്ങി റെസ്റ്റ് ഒക്കെ എടുത്ത് വേണം യാത്രകൾ കൂടുതൽ ചെയ്യാൻ. ഞങ്ങളുടെ യാത്രകൾ എപ്പോഴും ആസ്വാദികരമാകുന്ന അതുകൊണ്ടാണ്. ഞങ്ങൾ ഒരു ഹാഫ് ആൻ അവർ 1 അവർ കൂടുതൽ ഒരുമിച്ച് ഒറ്റ ട്രിപ്പ് ഇരുന്ന് ഇല്ല. എപ്പോഴും വെളിയിലിറങ്ങും. ഒന്നുകിൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കും, അതല്ലെങ്കിൽ ചുമ്മാ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് നമ്മൾ ഈ പോകുന്ന വഴിക്ക് എന്തെല്ലാം സ്ഥലങ്ങൾ നമ്മൾ കാണാത്തതുണ്ട്. അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നമ്മുടെ കേരളത്തിന്റെ ഹരിതാഭവും പച്ചപ്പും കാടും നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ യാത്രകൾ പോകും. ഞങ്ങളുടെ യാത്രകൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഈ ചാനല് ഞങ്ങൾ തുടങ്ങിയത് തന്നെ ഞങ്ങളുടെ യാത്രകളെ കുറിച്ച് ഇടാനും കാണുന്ന കാഴ്ചകളെ കുറിച്ച് ഇടാനും വേണ്ടിയിട്ടാണ്. പിന്നെ അത് റൂട്ട് മാറി ഡ്രൈവിംഗ് റിലേറ്റഡ് ആയി പോയതാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം യാത്രയും ഡ്രൈവിങ്ങും ആണ്. എത്ര പറഞ്ഞാലും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പറഞ്ഞില്ലേ, ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങളിലൂടെ പറയുന്നത്. ഇപ്പൊ ഊട്ടിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും വലിയ കേസ് എന്താന്ന് വെച്ചാൽ, ഊട്ടിയിൽ ടോപ്പ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുപ്പിവെള്ളം മിനിമം 5 ലിറ്ററേ കിട്ടൂ നമുക്ക്. അല്ലാതെ ചെറുത് 2 or 1 നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ 5 ലിറ്ററിന് നമ്മൾ വാങ്ങേണ്ടി വരും. അവിടുത്തെ പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വെള്ളം അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കുപ്പികൾ നിങ്ങൾ കരുതി വേണം പോകാൻ ഊട്ടി പോകുന്നുണ്ടെങ്കിൽ. പിന്നെ ഊട്ടിയിൽ ഇപ്പം പെർമിഷൻ എന്തോ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ആക്കിയത്. നേരത്തെ പെർമിഷൻ എടുത്ത് ഇത്ര വണ്ടികൾ മാത്രമേ കയറ്റി വിടൂ എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയതന്ന് മസനഗുഡി വഴിയായിരുന്നു, കൊണ്ട് നമുക്കത് പ്രശ്നം വന്നില്ല. പക്ഷെ മെയിൻ റോഡ് വഴി പോയാൽ അങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അന്ന് നോക്കണം. പിന്നെ മൂന്നാറാ പ്ലാൻ ചെയ്യുന്നെങ്കിൽ മൂന്നാറ് വട്ടവട, ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. വട്ടവട പോകുമ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരും. കാരണം രാത്രി യാത്ര അവിടെ അനുവദിക്കത്തില്ല. അവിടുത്തെ റൂമുകളൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പോകാനും. പിന്നെ അവിടെ പെട്രോൾ പമ്പ് ഇല്ല. വട്ടവടയില്ല, മൂന്നാറിലുണ്ട്. വട്ടവട പോകുന്നെങ്കിൽ പമ്പില്ല. അപ്പൊ അത്യാവശ്യം പെട്രോളൊക്കെ അടിച്ചിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. അങ്ങനെ 1-2 കേസുകൾ ശ്രദ്ധിക്കണം. പിന്നെ യാത്രകളെ കുറിച്ച് ഞങ്ങളുടെ യാത്രകൾ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഞങ്ങൾക്കറിയാം അല്ലാതെ പോകുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് ആസ്വാദ്യം. നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോകുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ആ ഒരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലത്ത് എല്ലാം നമുക്ക് കവർ ചെയ്ത് വരാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പക്ഷെ നമ്മൾ കണ്ട് നടന്ന് തിരിച്ചു വരേണ്ടി വരും. ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുന്ന യാത്രകളാണെങ്കിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി സ്ഥലങ്ങളെ കുറിച്ച് അവിടെ എന്തൊക്കെ ഗൂഗിളിൽ തന്നെ കിട്ടും, ബെസ്റ്റ് പ്ലേസസ് ഏതൊക്കെയാണെന്ന് അതൊന്ന് നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് പോയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാണാൻ നമുക്ക് സമയലാഭവും ധനലാഭവും ഒക്കെ ഉണ്ടാവും അങ്ങനെ ചെയ്തു കഴിഞ്ഞാല്. ഞങ്ങള് പക്ഷെ മിക്കവാറും അവിടെ ചെന്നിട്ട് എന്നാ പിന്നെ അങ്ങോട്ട് പോയേക്കാവല്ലോ എന്ന് കരുതി പോകുന്ന. പണ്ട് ഒരു ദിവസം മൂകാംബിക പോയിട്ട് ഞങ്ങൾ അതുവഴി തീരുമാനിച്ചു എന്നാ പിന്നെ ചിക്കമംഗ്ലൂർ പോയാലോ, വണ്ടി നേരെ അങ്ങോട്ട് വിട്ടു. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ അഗുംബെ വഴി ശ്രീരംഗം അതൊക്കെ വഴിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ നമുക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നീട് വന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് മിസ്സായല്ലോ എന്ന് നമ്മൾ ആലോചിച്ചത്. അപ്പം അത് നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അതെല്ലാം കൂടെ നമുക്ക് ഒറ്റ ട്രിപ്പ് കവർ ചെയ്തിട്ട് വരാൻ പറ്റിയേനെ. അപ്പം അങ്ങനെയുള്ള യാത്രകളാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ആലോചിക്കുക. പിന്നെ എനിക്ക് യാത്രകളെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ വന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞാണ്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ വെക്കേഷൻ എല്ലാവരും അടിച്ചു പൊളിക്കട്ടെ. നല്ല ഹാപ്പി ആയിട്ട് യാത്രകളൊക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ട് കുട്ടികളും ഹാപ്പി ആവട്ടെ. ഞാന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് വീണ്ടും വരാം. ബൈ.